അതിർത്തികളിൽ അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എത്തിയതിനെതിരെ രൂക്ഷ പ്രതികരണവുമായി വെനസ്വേല. രാജ്യസുരക്ഷയെ ചോദ്യം ചെയ്യുന്ന പ്രവൃത്തിയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്ന് വെനസ്വേല പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പെട്രീനോ പറഞ്ഞു. കരീബിയൻ കടലിന് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാണ്. അമേരിക്കൻ സാമ്രാജ്യത്വം വെനസ്വേലയുടെ തീരത്തേക്ക് അടുക്കാൻ ധൈര്യം കാണിച്ചിരിക്കുന്നു. കാര്യങ്ങൾ തങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വേലയുടെ തീരങ്ങളിൽ നിന്ന് 75 കിലോമീറ്റർ അകലെയാണ് അമേരിക്കയുടെ 5 F-35 യുദ്ധവിമാനങ്ങൾ എത്തിയത്. കരീബിയൻ മേഖലയുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്ന US യുദ്ധകാര്യ സെക്രട്ടറിയുടെ യുദ്ധക്കൊതി നിറഞ്ഞ നിലപാടുകൾ അവസാനിപ്പിക്കണമെന്ന് വെനസ്വേലയുടെ വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെനസ്വേലയുടെ ആരോപണത്തിൽ പെന്റഗൺ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. മയക്കുമരുന്ന് കടത്തുകാർക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വെനസ്വേലയൻ തീരത്ത് അമേരിക്കൻ യുദ്ധവിമാനങ്ങളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. മയക്കുമരുന്ന് കടത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ആരോപിച്ച വെനസ്വേലൻ തീരത്തെ ബോട്ടുകൾക്ക് നേരെ US വ്യോമാക്രമണം നടത്തിയിരുന്നു. വെനസ്വേലയ്ക്ക് പുറത്ത് US നടത്തിയ ആക്രമണങ്ങളിൽ നിന്ന് ഇതുവരെ 14 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. നിയമവിരുദ്ധമായ കൊലപാതകങ്ങൾ എന്നാണ് കരാക്കസിലെ ഉദ്യോഗസ്ഥരും നിരവധി സ്വതന്ത്ര വിദഗ്ധരും ഇതിനെ വിശേഷിപ്പിച്ചത്. വീണ്ടും അധികാരത്തിലെത്തിയതിന് പിന്നാലെ തെക്കേ അമേരിക്കയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്തിനെതിരെ കർശന നിലപാടാണ് ട്രംപ് സ്വീകരിച്ചത്. വെനസ്വേലയിൽ നിന്ന് US-ലേക്ക് മയക്കുമരുന്ന് ഒഴുക്കുകയാണെന്നാണ് ട്രംപിന്റെ ആരോപണം. വെനസ്വേലയിൽ നിക്കോളാസ് മഡൂറോ വീണ്ടും അധികാരത്തിലെത്തിയത് വിചിത്രമായ തെരഞ്ഞെടുപ്പിലൂടെയാണെന്നും ട്രംപ് ആരോപിച്ചു. അതേസമയം വെനസ്വേലയ്ക്കെതിരെയുള്ള US ആരോപണങ്ങൾ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ തള്ളിക്കളഞ്ഞിരുന്നു. US-ന്റെ ആരോപണങ്ങൾ ശരിയല്ലെന്നും രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ സൈനിക ഏറ്റുമുട്ടലിനുള്ള ന്യായീകരണമല്ലെന്നും അദ്ദേഹം പറഞ്ഞു. വെനസ്വേല എല്ലായ്പ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്നും പക്ഷേ തങ്ങൾക്ക് ബഹുമാനമാണ് ആവശ്യമെന്നും നിക്കോളാസ് മഡൂറോ വ്യക്തമാക്കി. സൈനിക നീക്കത്തിലൂടെ വെനസ്വേലയിൽ ഭരണമാറ്റത്തിനാണ് അമേരിക്കയുടെ ശ്രമമെന്നും മഡൂറോ ആരോപിച്ചു. അതിനിടെ വെനസ്വേലയിൽ നിന്നുള്ള മയക്കുമരുന്ന് കടത്ത് തടയാനായി തെക്കൻ കരീബിയൻ US സൈന്യം ശക്തമായ നീക്കം നടത്തിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. യുദ്ധവിമാനങ്ങൾക്ക് പുറമെ കൂടുതൽ യുദ്ധക്കപ്പലുകളും US മേഖലയിൽ വിന്യസിച്ചിരുന്നു. സൈനിക നീക്കത്തിന്റെ ഭാഗമായാണ് കരീബിയൻ ദ്വീപായ പ്യൂർട്ടോറിക്കോയിലേക്ക് 10 F-35 വിമാനങ്ങൾ അയച്ചതായി വൈറ്റ് ഹൌസും അറിയിച്ചത്. മയക്കുമരുന്നിനെതിരായ ശക്തമായ നിലപാടിന്റെ ഭാഗമായാണ് കരീബിയനിൽ സേനാവിന്യാസം വർദ്ധിപ്പിക്കുന്നത് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം. മയക്കുമരുന്നിലൂടെ അമേരിക്കക്കാരെ കൊല്ലാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ട്രംപ് ആദ്യം പ്രസിഡന്റായ വേളയിൽ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയ്ക്കെതിരെയും വെനസ്വേലയിലെ ഉന്നതർക്കെതിരെയും മയക്കുമരുന്ന് കടത്തിന് US-ൽ കുറ്റം ചുമത്തിയിരുന്നു. ലോകത്തെ ഏറ്റവും വലിയ മയക്കുമരുന്ന് കടത്തുകാരനെന്നാണ് നിക്കോളാസ് മഡൂറോയെ ട്രംപ് വിശേഷിപ്പിച്ചത്. അടുത്തിടെ മഡൂറോയുടെ അറസ്റ്റിലേക്ക് നയിക്കുന്ന വിവരങ്ങൾ കൈമാറുന്നവർക്ക് $50 മില്യൺ പാരിതോഷികവും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.